ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന് ഏകദേശം 35 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയാൻ വന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, നമ്മൾ ഓണം എക്സാമിൻ്റെ പോർഷൻസിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട്, നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പല കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, ഓണം എക്സാം ടഫാകുമോ. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾ പഠിക്കാതെയാണ് ഓണം എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ, അതായത് എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചിട്ട് തലേന്നുണ്ടാകുന്ന യൂട്യൂബ് ലൈവ് മാത്രം കണ്ടിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം ടഫാകും. അതായത് നിങ്ങൾ എക്സാമിൻ്റെ തലേന്നത്തെ യൂട്യൂബ് ലൈവ് കണ്ടുകൊണ്ട് മാത്രം പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം ടഫാക്കും. അതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്കൊല്ലം മുതൽ മാറുന്നുണ്ട്. അതായത് CBSE ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അസേഷൻ റീസണിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഓണം എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവലും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് റീസൺ. ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവലും എന്താകുന്നുണ്ട്, ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കാതെ എക്സാമിൻ്റെ തലേന്ന് യൂട്യൂബിൽ വരുന്ന ലൈവ് മാത്രം കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഓണം എക്സാം ടഫാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓണം എക്സാം ഈസി ആക്കാൻ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി അല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്, പഠിച്ചിട്ടില്ലെങ്കിൽ ഓണം എക്സാം ടഫാകും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പാറ്റേൺ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഏത് ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും, നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടൻറ്റ് സെറ്റാക്കുക എന്നുള്ളത്. നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതായത് കണ്ടൻറ്റ് സെറ്റാക്കുക. ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും സ്റ്റഡി ടൈം ടേബിൾ വീഡിയോ ആവശ്യമാണെങ്കിൽ nafi.edu.pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ ഐ നീഡ് എ സ്റ്റഡി ടൈം ടേബിൾ എന്നൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, സ്റ്റഡി ടൈം ടേബിൾ വീഡിയോ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ തിറവാക്കണം. നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ തിറവാക്കണം, കണ്ടൻറ്റ് നിങ്ങൾ അടിപൊളിയാക്കണം, കണ്ടൻറ്റ് നിങ്ങൾ ഉഷാറാക്കണം. കണ്ടൻറ്റ് അടിപൊളിയാക്കി, കണ്ടൻറ്റ് ഉഷാറാക്കി, കണ്ടൻറ്റ് സൂപ്പറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആവുള്ളൂ. എന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ 5 ദിവസം 2 മണിക്കൂർ വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആണ്. നിങ്ങൾ ആദ്യം സെറ്റാക്കേണ്ടത് കണ്ടൻറ്റ് സെറ്റാക്കുക, എന്നിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, വീക്കിലി 5 ഡേയ്സ് ദിവസം 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. അല്ലാതെ എക്സാമിൻ്റെ തലേന്നത്തെ മെഗാ മാരത്തോൺ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ലൈവ് കണ്ട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കും മറിച്ച് നോക്കാതെ എക്സാമിൻ്റെ തലേന്ന് മാത്രമുള്ള ലൈവ് കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം എന്ത് ചെയ്യും, ടഫാകും. മറിച്ച് ഇനിയുള്ള 35 ദിവസം നിങ്ങൾ ആഴ്ചയിൽ 5 ദിവസം 2 മണിക്കൂർ വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മക്കളെ, ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആകും. ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഏത് പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആകും. അപ്പോൾ ഓണം എക്സാം ഈസി ആവണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ സെറ്റാക്കാൻ തയ്യാറാവണം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള 35 ദിവസം നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കുക. nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു, മെസ്സേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓണം എക്സാം പഠിക്കാത്തവർക്ക് മാത്രമേ ടഫാകൂ. എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിക്കുന്നവർക്ക് മാത്രമേ ഓണം എക്സാം ടഫാകൂ. അല്ലാത്തവർ, സ്ഥിരമായിട്ട് പഠിക്കുന്ന ആളുകൾ, കണ്ടൻറ്റ് ക്ലിയർ ആക്കുന്ന ആളുകൾക്ക് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഓണം എക്സാം ഈസി ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.